Dear students, welcome to the class. This class is common to both third semester civil and mechanical engineering. Here we will be discussing some problems on hydrostatic force on vertical and inclined surfaces. It includes both sample problems and previous university questions. ആദ്യം പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് ജോമെട്രീസ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ബേസ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ആൻ പാരലൽ ടു ബേസ്, ആ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതെന്താണ്? റെക്റ്റാങ്കിൾ, അതിൻ്റെ ബേസ് ബി ആണ്, ഡെപ്ത് അല്ല ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബേസ് എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? d/2 ആയിരിക്കും. ഈ ഡി എന്ന് പറഞ്ഞ വാല്യൂ അതിൻ്റെ /2 ചെയ്താൽ പകുതി കണ്ടുപിടിച്ചാൽ എന്തായി? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസായി. അതേപോലെ ഏരിയ എന്താണ്? b/d ആണ്. പിന്നെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ബേസ്, അതായത് ഈ ഒരു പോയിന്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യും വേണം, പിന്നെ ബേസിന് പാരലൽ, അങ്ങനെ ഒരു ആക്സിസ്, അതിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? bd³/12 ആണ്. ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ആ bd³/12 ചെയ്താൽ മതി. ഇനി ട്രയാങ്കിളിൻ്റെ കേസ് ആണെങ്കിലോ, അതിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? h/3 ആണ്. ഇതാണ് h, ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് /3 ആയാൽ ബേസ് എന്നുള്ളതാണ് കിട്ടുക. ഇനി അപ്പെക്സ് എന്നുള്ളതാണ് കണ്ടുപിടിക്കൽ അങ്ങനെ h - h/3 ചെയ്താൽ മതി, അതായത് 2h/3. ഈ അപ്പെക്സ് നിന്ന് ജിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2h/3 ആയിരിക്കും. ബേസ് എന്നാണെങ്കിൽ h/3 ആണ്. അതേപോലെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് BH ചെയ്താൽ എന്തായി? ട്രയാങ്കിളിൻ്റെ ഏരിയ ആയി. ഇനി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ബേസ്, അതായത് IG, അങ്ങനെ കണ്ടുപിടിക്കുക. bh³/36 അതാണ് ട്രയാങ്കിളിന് ചെയ്യേണ്ടത്. ഇനി സർക്കിളിൻ്റെ കേസ് എന്താ? അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർക്കിളിൻ്റെ സെൻറ്റർ തന്നെയായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അതായത് ഡയമീറ്റർ/2 ചെയ്താൽ മതി. ഏരിയ π/4d², അതേപോലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IG എന്താണ്? πd⁴/64 ആണ്. അതേപോലെ ട്രപ്പീസിയത്തിൻ്റെ വാല്യൂ നോക്കുക. ആദ്യം നോക്കുന്നത് പ്രോബ്ലംസ് ഓൺ വെർട്ടിക്കൽ സർഫസസ്. ഫസ്റ്റ് വൺ, എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ഈസ് 2 meter wide and 3 meter deep. It lies in vertical plane in water. Determine the total pressure and center of pressure when its upper edge is horizontal and first one coincide with water surface, second one 2.5 meter below free surface of water. ക്വസ്റ്റ്യനിൽ ജോമെട്രി ഏതാണ്? റെക്റ്റാങ്കുലർ പ്ലെയിൻ ആണ്, എന്താ വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ രണ്ട് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, 2 meter വൈഡ് ആൻഡ് 3 meter ഡീപ്പ്. ആ 3 meter ഡീപ്പ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ആ വാട്ടറിലോട്ടിലെ ആ ഡെപ്ത് ഡയറക്ഷനിലെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 3 meter എന്ന് പറയുന്നത്, വിഡ്ത്ത് എന്താ? വൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡയമെൻഷൻ ആയിരിക്കും. ഡീപ്പായിരിക്കും ആ വാട്ടറിലോട്ട് സബ്മർജ് ചെയ്ത് നിൽക്കുന്ന ആ വാല്യൂ വരുന്നത്. പിന്നെന്താ? നമുക്ക് ടോട്ടൽ പ്രഷറും കണ്ടുപിടിക്കണം, സെൻറ്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കണം. ഫസ്റ്റ് കേസ് എന്താണ്? അപ്പർ എഡ്ജ് ഹൊറിസോണ്ടൽ. ഇതിൻ്റെ അപ്പർ എഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് അപ്പർ എഡ്ജ് എന്ന് പറയുന്നത്. എന്താണ്? ലോവർ എഡ്ജ് ആണ് റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെത്. അപ്പർ എഡ്ജ് ഫസ്റ്റ് കേസ് എന്താ? കോയിൻസൈഡ് വിത്ത് വാട്ടർ സർഫസ് ആണ്. ഇതാണ് ഫ്രീ സർഫസ് ഓഫ് വാട്ടർ, അതിനെ കോയിൻസൈഡ് ആയിട്ട് ആരും നിൽക്കുന്നുണ്ട്? അപ്പർ എഡ്ജ് നിൽക്കുന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് കേസ് ചെയ്യാം. വിഡ്ത്ത് B, ഡെപ്ത്ത് D, ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. D എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വാല്യൂ ആണ് D ആയിട്ട് വരിക. 3 meter ഡെപ്ത്ത്, വിഡ്ത്ത് 2 meter. ഫസ്റ്റ് കേസ് എന്താ? അപ്പർ എഡ്ജ് കോയിൻസൈഡ് വിത്ത് സർഫസ് വാട്ടർ സർഫസ്. വെർട്ടിക്കൽ കേസാണ്. പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F = ρ/G/A × h bar. എന്താണ്? ഡെൻസിറ്റിയാണ്. ഏത് ഫ്ലൂയിഡാണോ അതിൻ്റെ ഡെൻസിറ്റി. വാട്ടർ ആണെങ്കിൽ വാട്ടർ. G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. A എന്താണ്? ഇതിൻ്റെ ഏരിയ, ആ പ്ലേറ്റിൻ്റെ ഏരിയ ആണ്. H എന്താണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, അതായത് ഫ്രീ സർഫസ് നിന്ന് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് H എന്ന് പറയുന്നത്. ഇവിടെ എന്താ? H എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ 3 meter ആണല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് പറയുന്നത്? ഇതാണ് നമ്മൾ D എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്, തൊട്ട് മുമ്പ് പറഞ്ഞത്. ആ d/2 അതാണ് h bar എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുക. h bar = 1/2 × 3, 1.5 meter. ഏരിയ എന്ത് കിട്ടും? ഈ B × D ചെയ്താൽ എന്തായി? ഏരിയയും കിട്ടി. ഇനി എന്താ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. F = 88290 Newton എന്ന് കിട്ടും.
ഇനി അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം, അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ബിലോ ആയിരിക്കും ഉണ്ടാവുക. ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. പിന്നെന്താ, എച്ച് സ്റ്റാർ ആണ് ഫ്രീ സർഫസ് നല്ലോട്ടുള്ള ഡിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതിലാകെ അൺനോൺ ആരാണ്, ഐ ജി ആണ്. ഐ ജി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അതങ്ങനെ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷനും ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്, ബി ഇൻറ്റു ഡി ക്യൂബ് ബൈ 12 ആണ്. ചെയ്താൽ എന്ത് കിട്ടും, 2. ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, 2 ഇൻറ്റു 3 ക്യൂബ് ബൈ 12, 4.5 മീറ്റർ റേസ് ടു 4. ഇനി എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ വാല്യൂ കിട്ടും, എച്ച് സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടും. അതായത് ഫ്രീ സർഫസ് നിന്ന് സെൻറ്റർ ഓഫ് പ്രഷറിലോട്ടിലെ ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നത്, 2 മീറ്റർ കിട്ടും. അടുത്ത അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പർ എഡ്ജ് ഈസ് 2.5 മീറ്റർ ബിലോ ദി വാട്ടർ സർഫസ്. തൊട്ട് മുമ്പിലത്തെ കേസ് എന്താണ്, ആ റെക്റ്റാങ്കുലർ പ്ലെയിൻ്റെ ഈ ഒരു ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഫ്രീ സർഫസിന് കോയിൻസൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലോ ആ ഒരു ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ ബിലോ ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാറുന്നുണ്ടോ, ഇല്ല. റോ ജി എ എച്ച് ബാർ ആണ്. ഇതിൽ ആര് മാറും, ഡെൻസിറ്റി ചേഞ്ച് ഇല്ല, ജി മാറൂല, എ മാറൂല, എച്ച് ബാർ മാറും അല്ലേ. ഇവിടത്തോട്ടുള്ള ഡിസ്റ്റൻസ്, ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, സർഫസ് നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നിനക്കെന്താ, സർഫസ് നിന്ന് ടോപ്പ് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2.5 പ്ലസ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഡിസ്റ്റൻസ് കൗണ്ട് ചെയ്താൽ മതി. അത് എത്രയായിരിക്കും, 3/2 ആയിരിക്കും അല്ലേ. ഓൾറെഡി പറഞ്ഞാൽ ഈ ജോമെട്രി മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ ബേസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബേസിൽ നിന്ന് ടോട്ടൽ ഹൈറ്റിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് ടോട്ടൽ ഹൈറ്റ് എന്ന് എത്രയാണ്, 3 ആണ്. 3/2 അങ്ങനെ എത്ര വന്നു, ഇവിടുന്ന് ഇവിടത്തോട്ട് 2.5 വന്നു, ഇവിടത്തോട്ട് എത്ര വന്നു, 1.5 വന്നു. രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്രയായി, 4 ആയി. അതിന് ശേഷം എന്ത് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആര് കിട്ടും, എഫിൻ്റെ വാല്യൂ കിട്ടും, 235,440 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി എന്താ, സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താ, എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഐ ജിയുടെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തേ അതിന് വാല്യൂ ഏതേ മാറുള്ളൂ, എച്ച് ബാറിൻ്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഐ ജിയുടെ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യില്ല. അതെന്താണ്, ഒരു പർട്ടിക്കുലർ ജോമെട്രിക്കിലെ വാല്യൂ ആണ്, ഒരു പർട്ടിക്കുലർ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എന്തായിരിക്കും, ആ വാല്യൂ സെയിം ആയിരിക്കും. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു 4.1875 മീറ്റർ കിട്ടും. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രഷർ ഓൺ എ സർക്കുലർ പ്ലേറ്റ് ഓഫ് ഡയമീറ്റർ 1.5 meter which is placed vertically in water in such a way that center of plate is 3.5 meter below the free surface of water. Find the position of center of pressure also. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ സർക്കുലർ പ്ലേറ്റ് ആണ്, അതിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് എത്രയാണ്, 1.5 മീറ്റർ ആണ്. പിന്നെന്താണ്, വെർട്ടിക്കലിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ സർഫസിൽ നിന്ന് 3 മീറ്റർ ബിലോ ആണ്. ഫ്രീ സർഫസിൽ നിന്ന് 3 മീറ്റർ ബിലോ ആണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. മീൻസ് എന്താ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. കാരണം സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിൽ തന്നെയാണ് വരിക. എന്ത് കിട്ടും, എച്ച് ബാറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 3 ആയിരിക്കും. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, π/4 × d². ഇനി ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, റോ ജി എ ഇൻറ്റു എച്ച് ബാർ ആണ്. വാട്ടറാണ് 1000 × 9.81 പിന്നെ എ π/4 × d² കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എച്ച് ബാർ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, ഡയറക്റ്റ് ആൻസർ കിട്ടും. അടുത്തെന്താ കണ്ടുപിടിക്കേണ്ടത്, സെൻറ്റർ ഓഫ് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. അതാണ് വെർട്ടിക്കൽ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ ഇനി ആരെ മാത്രമേ അറിയണ്ടൂ, ഐ ജി മാത്രമേ അറിയണ്ടൂ. സർക്കിളിൻ്റെ ഐ ജി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, πd⁴/64. ഓക്കെ, ഡയറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, 3.0468 മീറ്റർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ on an isosceles triangular plate of base 4 meter and altitude 4 meter when it is immersed vertically in an oil of specific gravity 0.9. The base of the plate coincide with the free surface of oil. എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ ഒരു ഫിഗർ വരക്കാൻ വേണ്ടി പറ്റണം. ക്വസ്റ്റ്യൻ്റെ കൂടെ ഈ ഫിഗർ തരുന്നുണ്ടാവില്ല, അത് നമ്മൾ വരച്ചെടുക്കേണ്ടതാണ്.
എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഓയിലോ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഉണ്ട്, വാട്ടർ അല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഉള്ള ഒരു ലിക്വിഡാണ്. അതിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക, ഇൻറ്റു 1000 ചെയ്ത് അതിൻ്റെ ഡെൻസിറ്റി കിട്ടും. പിന്നെന്താ, ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്, 4 മീറ്ററാണ്, ആൾട്ടിറ്റ്യൂഡ് 4 മീറ്ററാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ബേസ് ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ സർഫസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫിഗർ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. നേരെ തിരിച്ച് വരച്ചിട്ടുണ്ടെങ്കിലോ, ട്രയാങ്കിൾ ഈ രീതിയിൽ വരച്ചിട്ടുണ്ടെങ്കിലോ അപ്പെക്സ് ആയിരിക്കും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവും. ഈ രീതിയിൽ ട്രയാങ്കിൾ വരച്ചാൽ അപ്പെക്സ് ആണ് കോയിൻസൈഡ് വരുന്നുണ്ടാവും. അത് തെറ്റാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വേണ്ടത്, ബേസ് ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അപ്പെക്സ് താഴോട്ട് വരുന്നത്. ഇനി ബേസ് ബി എത്രയാണ്, 4 മീറ്ററാണ്. എച്ച് അറിയുന്നത് ആൾട്ടിറ്റ്യൂഡ്, അതും എന്താണ് 4 മീറ്ററാണ്. ഏരിയ എന്ത് ചെയ്യും, ഹാഫ് ബി എച്ച് ചെയ്താൽ ഏരിയ കിട്ടി. ഓക്കെ, അതിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, ഡെൻസിറ്റി കണ്ടുപിടിക്കുക. അടുത്തെന്താ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫ്രീ സർഫസ് ഓഫ് ഓയിൽ. എച്ച് ബാറിൻ്റെ വാല്യൂ ആണല്ലേ, പ്രഷർ കണ്ടുപിടിക്കണം, എച്ച് ബാർ വേണം. എച്ച് ബാർ അങ്ങനെ കണ്ടുപിടിക്കുക, ബേസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്, ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ h/3 ആണ്. ബേസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കാണെങ്കിൽ h/3 ആണ്. അപ്പെക്സ് നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കാണെങ്കിൽ 2h/3 ആണ്. 2 × h/3 വരും. ഓക്കെ, ഇവിടെ എന്താ, നമുക്ക് ബേസിൻ്റെ ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. എന്ത് കിട്ടും, 1/3 × h കിട്ടും. സോൾവ് ചെയ്ത് എത്ര കിട്ടി, 1.33 മീറ്ററായി. അതിന് ശേഷം എന്ത് ചെയ്യുന്നത്, ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, F = ρg × A × h ബാർ ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, ഡെൻസിറ്റി 900 × 9.81 × 8 × h ബാർ. h ബാർ 1.33 ആണ്. സോൾവ് ചെയ്താൽ എത്ര കിട്ടും, 9597.6 ന്യൂട്ടൺ കിട്ടും. പിന്നെ ഇവിടെ ഈ ന്യൂട്ടൺ ആവശ്യമില്ല. സെൻറ്റർ ഓഫ് പ്രഷർ H സ്റ്റാർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് ഓയിൽ ഈസ് ഗിവൺ ബൈ ഏത് ഇക്വേഷനാണ്, H സ്റ്റാർ = Ig/AH ബാർ പ്ലസ് H ബാർ. ഓക്കെ, ഇതിലിനി ഏതാ അൺനോൺ ഇല്ലേ, IG മാത്രമേ അൺനോൺ ഇല്ലൂ. പിന്നെ ട്രയാങ്കുലർ ജോമെട്രിയുടെ IG കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ പറഞ്ഞത്, BH³/36 ആണ്. B എന്ന് പറയുന്ന ഈ ഒരു ഡയമെൻഷനാണ്, H എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയമെൻഷനാണ്. ഇത് രണ്ടും സെയിം വാല്യൂ ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, H സ്റ്റാർ = 1.99 മീറ്റർ കിട്ടും. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ന്യൂട്ടൺ ഇല്ല, അത് റോങ് ആണ്, ഇവിടെ ന്യൂട്ടൺ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നേ, ഫൈനൽ ആൻസറിൽ ഫുൾ സ്റ്റെപ്പ് സോൾവ് ചെയ്യുന്നില്ല. എ ട്രയാങ്കുലർ ഗേറ്റ് ഹാസ് എ ബേസ് ഓഫ് 2.5 meter ആൻഡ് ഹൈറ്റ് ഓഫ് 2 meter. ദി അപ്പെക്സ് ഓഫ് ദ ഗേറ്റ് ഈസ് 1.5 meter ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ടാങ്ക് വിച്ച് കണ്ടെയ്ൻസ് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. ഫൈൻഡ് ദ ടോട്ടൽ പ്രഷർ ഓൺ ദ ഗേറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രയാങ്കുലർ ഗേറ്റ് ഉണ്ട്, അതിൻ്റെ ബേസ് എത്രയാണ്, 2.5 വന്നിട്ടുണ്ട്, ഹൈറ്റ് 2 മീറ്ററും തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്, അപ്പെക്സ് എത്രയാണ് തന്നിരിക്കുന്നത്, 1.5 meter ബിലോ ഫ്രീ സർഫസ് ഓഫ് ടാങ്ക്. ഇതെന്താണ്, ടാങ്കിൽ എന്താണ് 0.8 സ്പെസിഫിക് ഗ്രാവിറ്റി ഓയിലാണ്, ഡെൻസിറ്റി എത്ര വരും, 800 വരും. എനിക്ക് സെൻറ്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കണം, എന്ത് വേണം, പിന്നെ ടോട്ടൽ പ്രഷറും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഈ ഫിഗർ വരക്കാൻ വേണ്ടി പറ്റണം, എങ്ങനെയാണ് അത് നിൽക്കുന്നതെന്നുള്ളത്. അപ്പെക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 1.5 meter എന്ന് തന്നിരിക്കുന്നത്. ഇനി എന്ത് കണ്ടുപിടിക്കണം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുക, എനിക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1.5 meter തന്നിട്ടുണ്ട്. പ്ലസ് ഏതാ ആഡ് ചെയ്യേണ്ടത്, ഈ അപ്പെക്സ് നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. അതങ്ങനെയാണ് കണ്ടുപിടിക്കുക, ടോട്ടൽ ഹൈറ്റ് h ആണെങ്കിൽ, ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ ടോട്ടൽ ഹൈറ്റ് h ആണെങ്കിൽ അപ്പെക്സ് നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താ, 2/3 × h ആണ്. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്, 1.5 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് 2/3 × h. 2/3 × h ചെയ്ത് ഏത് ഡിസ്റ്റൻസ് വരും, ഈ ഒരു ഡിസ്റ്റൻസ് വരും. അതാണ് ഇതിൽ h ബാർ എന്ന് പറയുന്നത്, അതായത് ഫ്രീ സർഫസ് നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കണം. അപ്പെക്സ് നിന്ന് എടുക്കുന്നെങ്കിൽ 2h/3 ആണ് വാല്യൂ, ബേസ് നിന്ന് എടുക്കണമെങ്കിൽ എന്താണ്, h/3 ആണ് വാല്യൂ. അതിന് ശേഷം എന്ത് ചെയ്യുക, P = ρg A × h ബാർ ചെയ്താൽ എന്ത് കിട്ടും, ടോട്ടൽ പ്രഷർ ഫോഴ്സ് കിട്ടും. അതിന് ശേഷം എന്താ ചെയ്യണ്ടേ, ഇനി സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം, ആര് വേണം, എക്സ്ട്രാ ആയിട്ട് IG-യുടെ വാല്യൂ വേണം. അതെന്തായിരിക്കും, B × h³/36 ചെയ്താൽ B എത്രയാണ്, 2.5 ആണ്, h എന്ന് പറയുന്നത് 2 meter ആണ്. അങ്ങനെ പ്രോബ്ലം ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സ് ഒരു രീതിയും കൂടെ ചോദിക്കാം അല്ലേ. എങ്ങനെ ചോദിക്കാം, ഫ്രീ സർഫസ് അതായത് ഫ്രീ സർഫസ് നിന്ന് ബേസിലോട്ടുള്ള ഡിസ്റ്റൻസ് 1.5 എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തരുന്നത്.
അങ്ങനെ ആകുമ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ട് ഡിസ്റ്റൻസ് അങ്ങനെ ചേഞ്ച് ചെയ്യും. 1.5 പ്ലസ് പിന്നെന്തായിരിക്കും h/3 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ തൊട്ട് മുകളിലത്തെ ക്വസ്റ്റിനിൽ എന്താ ഇതിൽ മാറ്റം എന്താ വന്നിരിക്കുന്നത്? ബേസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 1.5 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ആ സമയത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലെ ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസ് 1.5 പ്ലസ് പിന്നെ ജിയിലോട്ട് ബേസിൽ നിന്ന് ജിയിലോട്ടുള്ള ഡിസ്റ്റൻസ് അതെന്താണ് h/3 ആണ് വരിക ബേസിൽ നിന്ന് എടുക്കുന്ന സമയത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രഷർ ആൻഡ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ആൻ ഐസോസെലസ് triangular plate of base 5 meter and altitude 5 meter when the plate is immersed vertically in an oil of specific gravity 0.8. The base of the plate is 1 meter below the free surface of oil. ഇത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, മെക്കാനിക്കലിനെ ചോദിച്ചതാണ് ജൂലൈ 2017. ഓൾറെഡി ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഏതൊക്കെ തന്നിട്ടുണ്ട്? ബേസും തന്നിട്ടുണ്ട്, ആൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്, പിന്നെ ബേസിൽ നിന്ന് ഫ്രീ സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അങ്ങനെ പ്രോബ്ലം ചെയ്യുക. h കണ്ടുപിടിച്ചാൽ എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കുക. പിന്നെ IG കണ്ടുപിടിച്ചാൽ എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കുക. h കണ്ടുപിടിക്കാൻ എന്താ? ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് അങ്ങനെ കിട്ടും h/3 കിട്ടും. ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ ബേസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 1/3 × h ആണ്. ഡയറക്റ്റായിട്ട് ഇല്ല പ്രോബ്ലം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സർക്കുലർ റിംഗ് ഓഫ് 3 meter external and 1.75 meter internal diameter is vertically immersed in water such that center of the pipe is 4 meter deep from the free surface of water. Determine total pressure and depth of center of pressure. ഇതെന്താണ്? കംപ്ലീറ്റ് സർക്കുലറിൽ അതിൻ്റെ ഉള്ളിലൊരു ഹോൾ ഉണ്ട്, അല്ലെങ്കിൽ സർക്കുലർ റിംഗ് ആണത്. അതിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ എത്രയാണ്? 3 meter ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ ആ എന്താണ് ഹോളോ പോർഷൻ്റെതാണ് 1.75 എന്ന് തന്നിരിക്കുന്നത്. മീൻസ് നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഏരിയ എത്രയേ വരുന്നുള്ളൂ? ഈ ഒരു ഏരിയ മാത്രമേ, ഷെയ്ഡഡ് മാത്രമേ സോളിഡ് ആയിട്ടുള്ള ഏരിയ വരുന്നുള്ളൂ. കാൽക്കുലേഷൻ എന്തായിരിക്കണം? അതിനെ ബേസ് ആയിരിക്കണം കാൽക്കുലേഷൻ പോകേണ്ടത്. പിന്നെ തന്നിട്ടുണ്ട് സെൻറ്ററിന്ന് ഫ്രീ സർഫസിൽ നിന്ന് സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 meter ആണ്. അത് തന്നെയായിരിക്കും എന്ത്? h എന്ന് പറയുന്ന വാല്യൂ. കാരണം എന്താ? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കും. ജിയോമെട്രിക്കൽ സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. എക്സ്റ്റേണൽ ഡയമീറ്റർ D എന്താണ്? 3 meter. ഇൻറ്റേർണൽ ഡയമീറ്റർ 1.75. h പറഞ്ഞു. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? 4 meter ആയിരിക്കും. അതായത് ഫ്രീ സർഫസിൽ നിന്ന് സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇനി ഏരിയ ആണ് കണ്ടുപിടിക്കുക. ആദ്യം ഈ മൊത്തം ഏരിയ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം എന്താ? ഈ ഉള്ളിലത്തെ പോർഷൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നത്. എന്ത് വരും? π/4 ക്യാപിറ്റൽ D² മൈനസ് π/4 സ്മോൾ d². ഒന്നിച്ച് എഴുതിയാൽ π/4 d² - d² സ്മോൾ d². സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 4.66 m² കിട്ടും. ഇനി എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഫോഴ്സാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് കിട്ടും? F = ρg × h ചെയ്താൽ എന്ത് കിട്ടും? 182.85 kN കിട്ടും. ഇനി സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുന്നത്. സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? H* = Ig/h + h h അറിയാം, എയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ആരേ വേണ്ടു? IG മാത്രമേ വേണ്ടൂ. ഇതും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. എന്താ? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്ന സമയത്ത്, ഹോളോ സെക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ ഡിഫറൻസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. Ig = πd⁴/64 - πd⁴/64. ഒന്നിച്ച് എഴുതിയാൽ എന്താ? π/64 ക്യാപിറ്റൽ D⁴ - സ്മോൾ d⁴. കാരണം നമുക്ക് ഇവിടത്തേക്കാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. എന്ത് കിട്ടും? 3.54 കിട്ടും. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും 4.188 meter. അടുത്ത ക്വസ്റ്റ്യൻ, an annular ring cut in a sheet metal has 1.5 meter outer diameter and 1 meter inner diameter. It is inserted vertically in a liquid of relative density 0.9 with its center 1.5 meter below the surface. Calculate total force on one side of the ring and location of center of pressure. ഇത് സിവിലിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, മെയ് 2019 എക്സാമിൻ്റെ. എന്താ? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ സെയിം മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. ആകെ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. കാൽക്കുലേഷൻ എവിടെ ചെയ്യണമെന്ന് പറഞ്ഞു? ആ ഷെയ്ഡഡ് റീജിയനിലാണ് കാൽക്കുലേഷൻ. ബാക്കി എന്താണ്? അത് ആനുലർ ആണ്. അതുകൊണ്ട് ആ രീതിയിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് പ്രോബ്ലംസ് ഓൺ ഇൻക്ലൈൻഡ് സർഫസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് 2 meter wide and 3 meter deep lies in water in such a way that plane makes an angle of
30 degree with free surface of water. Determine total pressure and position of center of pressure when upper edge is 1.5 meter below free surface of water. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ വരച്ചെടുക്കാൻ വേണ്ടി പറ്റണം. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ കൂടെ തരുന്നതല്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വരച്ചെടുക്കേണ്ടതാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. അതിനുപടെ കൺസെപ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എന്താണ്? റെക്റ്റാങ്കുലർ പ്ലെയിൻ സർഫസ്. ഇവിടെ ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ സർഫസ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഡയമെൻഷനാണ്. ഓക്കെ, വൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ ഇതാണ്. പിന്നെ ഡീപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ ഇതാണ് പോവുക. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. 2 മീറ്റർ എന്ന് പറയുന്നത് വൈഡ് ഇതാണ്, 3 മീറ്റർ ഡീപ്പ് എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഇതാണ് പോകേണ്ടത്. പിന്നെന്താണ്? അത് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഇതാണ് ഫ്രീ സർഫസ് ഓഫ് വാട്ടർ എന്ന് വിചാരിക്കുക. ഈ ബ്ലൂവിൻ്റെ ടോപ്പ് എൻഡാണ് ഫ്രീ സർഫസ് ഓഫ് വാട്ടർ, അത് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ഇറ്റ്സ് പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ഫ്രീ സർഫസ് ആണ്. അതായത് ഈ എൻറ്റയർ പ്ലെയിനാണ് പറയുന്നത്. അത് ആ ഫ്രീ സർഫസുമായിട്ട് ഫോം ചെയ്യുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതിന് പാരലലും അല്ല, പെർപെൻഡിക്കുലറും അല്ല, ഇൻക്ലൈൻഡ്. മീൻസ് ഈ ഒരു എഡ്ജ് ഫോം ചെയ്യുന്ന ആംഗിൾ അല്ല 30 ഡിഗ്രി, ഈ എൻറ്റയർ സർഫസ് ഫോം ചെയ്യുന്ന ആംഗിളാണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? എഡ്ജ് 30 ഡിഗ്രി ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ താഴോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയല്ല, ഈ എൻറ്റയർ സർഫസ്, അതായത് ഈ ഒരു എഡ്ജും ഇപ്പുറത്തൊരു എഡ്ജും എന്തായിരിക്കും? 2 എഡ്ജും എന്തായിരിക്കും? 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ എങ്ങനെയാണ് കിട്ടുന്നത്? ഞാനിനി ഈ ഒരു ഡയറക്ഷനിൽ, ലുക്കിംഗ് ഡയറക്ഷൻ ഇതാണ്, തൽക്കാലം ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് വെക്കുക. ആ സമയത്ത് എനിക്ക് ഈ പ്ലെയിൻ സർഫസ് കാണാൻ വേണ്ടി പറ്റുക? ഇല്ല, ഈ ഒരു ലൈൻ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതെന്തായിരിക്കും? ഇതിന് ഈ ഒരു ലൈന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഇത്ര പറയില്ല, ഈ ഒരു പോർഷൻ, താഴെ വരെയുള്ള പോർഷൻ, അതെന്താണ്? നമ്മളെ ഫ്രീ സർഫസിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ്, തീറ്റ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഈ അപ്പർ എഡ്ജ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ബിലോ ആണ്. അപ്പർ എഡ്ജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്? ഈ ഒരു പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇതാണ്. അതെന്താണ്? 1.5 മീറ്റർ ബിലോ ദ ഫ്രീ സർഫസ് ആണ്. ഇതാണ് ആക്ച്വലി എൻ്റെ ആ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി എന്ത് വേണം? എനിക്ക് അതിൻ്റെ ട്രൂ ഷേപ്പ് ഇറക്കണം. ട്രൂ ഷേപ്പ് ഇറക്കാൻ വേണ്ടി എന്താണ്? ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ നോക്കിയിട്ട് അതിൻ്റെ ട്രൂ ഷേപ്പ്, റെക്റ്റാങ്കുലർ ഷേപ്പ് വരക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഡെപ്ത്ത് ഡയമെൻഷനാണ് ഈ കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, നമുക്കെന്താ ഫ്രണ്ട് വ്യൂവിൽ എന്താണ്? ഈ ഒരു വിഡ്ത്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല, അത് ആ ട്രൂ ഷേപ്പിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. കറക്റ്റ് ശ്രദ്ധിക്കണം. ആ ഡീപ്പ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഈ താഴോട്ട് പോകുന്ന ഈ ഒരു ഡയമെൻഷനായിട്ട് ഉണ്ടാവുക. അതായത് 3 മീറ്റർ എന്ന് പറയുന്നത് ഇതെന്താണ്? ആ വൈഡ് എന്ന് പറയുന്ന ആ വിഡ്ത്താണ് ഈ വരുന്നത്. ഓക്കെ, ഇനി ബാക്കി കാൽക്കുലേഷൻസ് നോക്കാം. ഇതിലെന്തൊക്കെ തന്നിട്ടുണ്ട്? വിഡ്ത്ത് 2 മീറ്റർ ബി തന്നിട്ടുണ്ട്, ഡെപ്ത്ത് 3 മീറ്റർ, ആംഗിൾ 30 ഡിഗ്രി ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെന്താ? ഡിസ്റ്റൻസ് ഓഫ് അപ്പർ എഡ്ജ് ഫ്രം വാട്ടർ സർഫസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് 1.5 മീറ്റർ ആണ്. ഇനി എന്താ? ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം അല്ലേ? F = ρ g AH ബാർ ആണ്. ഡെൻസിറ്റി ഏരിയ ജി ഏരിയ എ എങ്ങനെ കണ്ടുപിടിക്കുക? റെക്റ്റാങ്കുലർ പ്ലേറ്റ് അല്ലേ? അതിൻ്റെ ആ വിഡ്ത്തിൻ്റെ ഡെപ്ത്ത് ചെയ്താൽ എന്തായി? ഏരിയ ആയി. 2 × 3 6 മീറ്റർ സ്ക്വയർ ആയി. ഇനി എന്ത് കണ്ടുപിടിക്കണം? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അതെപ്പോഴും ഫ്രീ സർഫസ് എന്നാണ് മെഷർ ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കണം അല്ലേ എനിക്ക്? അതായത് ഈ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എനിക്ക് ഏത് വാല്യൂ അറിയാം? ഇതറിയാം അല്ലേ? ഇവിടുന്ന് ഇവിടെ വരെ 1.5 ആണ്. ഫ്രീ സർഫസ് നിന്ന് ഈ വരയിലെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ CD എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും, 1.5. ഓക്കെ, പ്ലസ് ഏത് വാല്യൂ ആണ്? ആ BE എന്ന് പറഞ്ഞ വാല്യൂ ആണ്. BE എന്ന് പറയുന്ന വാല്യൂ ആണ് അഡീഷണൽ ആയിട്ട് വേണ്ടത്. അതങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കേണ്ടത്. എനിക്ക് ഇനി ഈ സൈഡ് നോക്കുന്നു. ഓക്കെ, ഇതല്ലേ നമ്മളെ ജോമെട്രി എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതെന്താണ്? ടോട്ടൽ 3 മീറ്റർ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1.5 ആയിരിക്കും. ഇതാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ഇതാണ് ഡെപ്ത്ത് ഡയമെൻഷൻ. ഓക്കെ, ആ D/2 മൊത്തം 3 ആണ്, 1.5 ഇവിടെ എത്തി. ഈ ഒരു വാല്യൂ എനിക്കറിയാം. പിന്നെന്താ അറിയുക? ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എന്തായിരിക്കും? ഈ ആംഗിൾ തീറ്റയായിരിക്കും. ഈ ഒരു ഡയമെൻഷനും കിട്ടി, ഈ ഒരു ആംഗിളും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പോണൻറ്റ്, ആ BE എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? 1.5 × sin 30 ആയിരിക്കും. ജസ്റ്റ് ട്രയാങ്കിളിൻ്റെ നോക്കിയാൽ മതി. സൈൻ തീറ്റ എടുക്കുന്ന സമയത്ത് എന്ത് വരും? BE/BC വരും. അതുകൊണ്ട് എന്താ? ആ BE എന്ന് പറഞ്ഞാൽ 1.5 sin 30 ആയിരിക്കും. ഓക്കെ, അതിലിനി അൺനോൺ ആയിട്ട് ആരായില്ലേ? ഒന്നുമില്ല. സൈൻ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? H bar = 1.5 + 1.5 sin 30, 2.25 മീറ്റർ കിട്ടും. ഡയറക്റ്റായിട്ട് എഫിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് കിട്ടും.
ഇൻക്ലൈൻഡ് സർഫസിനൊക്കെ എങ്ങനെ എടുക്കേണ്ടത്, ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് മിക്കവാറും ആ സൈൻ ഈ ഒരു വാല്യൂ സ്പ്ലിറ്റ് ആയിട്ട് എടുക്കേണ്ടത് സൈൻ തീറ്റ. ജസ്റ്റ് ട്രയാങ്കിൾ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അത്. അടുത്തത് സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് ഏതറിയാം, എച്ച് ബാറിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, എൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കുക. ഇനി ഐ ജി കണ്ടുപിടിച്ചൂടെ, റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടല്ലേ. അന്നേരം എന്താ ബി ഏതാ എടുക്കേണ്ടത്, ഇതാണ് ബി, ഇത് ഡി ആണ്. അത് മാറിപ്പോകാൻ വേണ്ടി പാടില്ല. ബി ഡി എന്ത് വരും, ബി എന്ന് പറഞ്ഞാൽ 2, ഡി എന്ന് പറഞ്ഞാൽ 3. ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഡയമെൻഷനിലാണ്. അത് ബി ഡി ക്യൂ ബൈ 12 ചെയ്താൽ എന്ത് കിട്ടും, വാല്യൂ കിട്ടും. എച്ച് സ്റ്റാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക 2.33 മീറ്റർ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ സർക്കുലർ പ്ലേറ്റ് 3 meter diameter ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഡെപ്ത് ബിലോ വാട്ടർ സർഫസ് ആർ 4 meter and 1.5 meter respectively. Determine the total pressure on one face of the plate and position of center of pressure. ക്വസ്റ്റ്യൻ എന്താണ് ഇരിക്കുന്നത്, സർക്കുലർ പ്ലേറ്റ് ആണ്, അതിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഡെപ്ത് ബിലോ ഫ്രീ സർഫസ് ആർ 4 meter and 1.5 meter റെസ്പെക്റ്റീവ്ലി. അതിൻ്റെ മീനിങ് എന്താണ്, ഒരു സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, അതിന് ഫ്രീ സർഫസ് എന്താണ്, അതിൻ്റെ ലീസ്റ്റ് ഡിസ്റ്റൻസ്, സർക്കുലർ പ്ലേറ്റിൻ്റെ ഉള്ളിലെ ലീസ്റ്റ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, പിന്നെ ലാർജസ്റ്റ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അത് ഇൻക്ലൈൻഡ് ആണ് ആ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. കാരണം എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, 1.5. ലാർജസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, 4 meter. പക്ഷെ നമുക്കെന്താണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എന്താണ്, അതിന് ഇൻക്ലൈൻഡ് പൊസിഷനിൽ മാത്രമേ നിൽക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇതിപ്പം എന്താണ് കറക്റ്റ് 4.5 ആണ് ഈ വാല്യൂ തന്നിരിക്കുന്നത്, പ്രശ്നമില്ല, നേരെ വെർട്ടിക്കലാണെന്ന് നമുക്ക് പറയാം. ശരിക്കും ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അത് ഒന്ന് 1.5 ആണ് ഒരു സൈഡ്, മറ്റേ സൈഡ് 4 meter ആണ്, പക്ഷേ ഡയമീറ്റർ എത്രയുണ്ട്, 3 meter ഉണ്ട്. ആ സമയത്ത് എന്തായിരിക്കും, അത് നോർമലി ഇൻക്ലൈൻഡ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്ത് ചെയ്യുന്നത്, ഫിഗർ വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ലൈൻ വരക്കാം. അതെന്താണ്, ഒരെഡ്ജ് എത്രയാണ്, 1.5 meter ആണ്. പിന്നെന്താ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് വരുമോ, അതിൻ്റെ ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലേ, 3 ആണ് വരുന്നത്. ആ എൻ്റെ എത്രയാണ്, 4 meter ഫ്രം ഫ്രീ സർഫസ് ആണ്. ഓക്കെ, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ തന്നിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ആവശ്യമുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡയമീറ്റർ ഡി തന്നിട്ടുണ്ട്, 3 meter ആണ്. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, π/4 × d². ഇനി തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ഡി സി, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്, 1.5 meter ആണ്. ബി എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കുന്ന എത്രയാണ്, 4 meter ആണ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം സർഫസ്, എനിക്ക് ഈ എച്ച് ബാർ കണ്ടുപിടിക്കണം. അതിൽ ഏത് വാല്യൂ അറിയാം, ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള വാല്യൂ അതെനിക്ക് അറിയാം 1.5 ആണ്. ഇനി ഒരു ഷോർട്ടസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, സി ഡി പ്ലസ് ജി സി സൈൻ തീറ്റ. അതെങ്ങനെയാണ് വന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്, സി ഡി തന്നെയാണ്. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്താണ് ഈ ഒരു വാല്യൂ അറിയെങ്കിൽ അതിൻ്റെ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ എന്തായി, ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടി. അതായത് ഈ ഒരു ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് ഇൻറ്റു സൈൻ തീറ്റ ചെയ്താലായി ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടും. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, സി ജി എത്രയാണ്, അതിൻ്റെ ഇവിടുന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ 3 meter ആണ്. അതെത്ര വരും, 1.5 meter വന്നു. ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ എന്തായി, എച്ച് ബാർ ആയി. ഇനി സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് വേണം, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി സി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു AB/BC. അതിൽ ആരെ വാല്യൂ എനിക്കറിയാം, ബി സിയുടെ വാല്യൂ അറിയാം. എ ബിയുടെ വാല്യൂ എവിടുന്നാണ് കിട്ടുക, ടോട്ടൽ എത്രയാണ് വരുന്നത്, 4 meter ആണ്. അതിൽ 4 കുറച്ചാൽ മതി, ഈ 1.5 meter കുറച്ചാലായി എ ബിയുടെ വാല്യൂ കിട്ടി. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, സൈൻ തീറ്റ കിട്ടും. പിന്നെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആര് കിട്ടും, എച്ച് ബാറിൻ്റെ വാല്യൂ കിട്ടും. അത്രയായിട്ട് 2.749 meter. ഇനി ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, റോ ജി എ ഇൻറ്റു എച്ച് ബാർ. ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഏതാണെങ്കിലും ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ എന്താണ്, റോ ജി എ എച്ച് ബാർ ആണ് ഇക്വേഷൻ. 1000 × 9.81 × 7.0685 ഏരിയ ഇൻറ്റു 2.749. സോൾവ് ചെയ്തതിൻ്റെ വാല്യൂ കിട്ടി. ഇനി സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുന്ന സമയത്തോ ഏതധികം വേണം, ഐ ജിയുടെ വാല്യൂ അധികം കണ്ടുപിടിക്കാനുണ്ട്. സർക്കുലർ ലാമിനയുടെ ഐ ജിയുടെ വാല്യൂ എന്താ, πd⁴/64 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായി, ഐ ജിയുടെ വാല്യൂയും കിട്ടി, എച്ച് സ്റ്റാർ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 2.891 meter. അടുത്ത ക്വസ്റ്റ്യൻ. എ സർക്കുലർ പ്ലേറ്റ് 5 meter diameter ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ്
and least depth below free surface is 4 meter and 1.5 meter respectively. Determine total pressure on one face of the plate and position of center of pressure. ഇപ്പോൾ ഓൾറെഡി ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ വ്യത്യാസമുള്ളൂ. സിവിലിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു ഏപ്രിൽ 2018. അത് സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ സർക്കുലർ പ്ലേറ്റ് ഓഫ് 0.3 meter diameter is immersed in water at an inclination 60 degree to the free surface with its top edge 1 meter below the water surface. Find the total pressure and center of pressure on the plate. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് വ്യത്യാസം? ഡയമീറ്റർ തന്നിട്ടുണ്ട്, പിന്നെ ടോപ്പ് എഡ്ജിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്നത് ഇൻക്ലിനേഷനാണ്. ഓക്കെ, ഫിഗർ നോക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെ തന്നിരിക്കുന്നത്? സെയിം ഫിഗറാണ് വരിക. ടോപ്പ് എഡ്ജ്, ഇതാണ് ടോപ്പ് എഡ്ജ് എന്ന് പറയുന്നത്. അവിടത്തോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഒരു പോയിൻറ്റ്, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് 1 meter തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ ഒരു വാല്യൂ തന്നിരുന്നത്, ഇവിടെ എന്താ? തീറ്റ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? ബാക്കി സോൾവ് ചെയ്തിട്ട് എച്ച് ബാറും കണ്ടുപിടിച്ച് ഐ ജിയും കണ്ടുപിടിച്ചാൽ എന്താണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു, സിവിലിൻ്റെ ജൂലൈ 2017. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടോട്ടൽ പ്രഷർ ആൻഡ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ എ ട്രയാങ്കുലർ പ്ലേറ്റ് ഓഫ് ബേസ് 2 meter ആൻഡ് ഹൈറ്റ് 3 meter which is immersed in water in such a way that the plane of the plate makes an angle of 60 degree with the free surface of water. The base of the plate is parallel to water surface and at a depth of 2.5 meter from the water surface. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുണ്ട്? ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്, അതിൻ്റെ ബേസ് എത്ര തന്നിട്ടുണ്ട്? ബേസ് 2 meter ആണ്, പിന്നെ ഹൈറ്റ് എത്രയാണ്? 3 meter ആണ്. നമുക്ക് ഏത് വാല്യൂ എന്നാൽ ആ ലൈനായിട്ട് കാണാൻ വേണ്ടി പറ്റുക? ഹൈറ്റിൻ്റെ വാല്യൂ ആണ് കാണാൻ വേണ്ടി പറ്റുക. ഡെപ്ത് ഡയമെൻഷനിലോട്ട് അതാണ് പോകുക. അത് എത്ര തന്നിട്ടുണ്ട്? 3 meter തന്നിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ എത്ര തന്നിരിക്കുന്നത്? 60 degree ആണ്. പിന്നെ ബേസ് പാരലൽ ടു വാട്ടർ സർഫസ് ആൻഡ് അറ്റ് ഡെപ്ത് 2.5 meter ഫ്രം വാട്ടർ സർഫസ്. ആ ബേസയുടെ എവിടെയാണ് വരുന്നത്? അതിന് ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്? 2.5 meter ആണ്. ക്വസ്റ്റ്യനിൽ ബേസ് പാരലാന്ന് പറഞ്ഞിട്ട് ഫ്രീ സർഫസിന് ഇങ്ങനെ പാരലൽ വരക്കാൻ വേണ്ടി പാടില്ല. അത് 3 dimensionൽ ആലോചിക്കണം ഈ ഒരു കാര്യം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. പാരലൽ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ പാരലാക്കി എടുക്കുക. ഇത് സർഫസിൻ്റെ ഇൻക്ലിനേഷൻ തന്നതുകൊണ്ട് ഇതെന്ത് വേണം? ഈ വരക്കുന്നത് 60 degree ഇൻക്ലിനേഷനിൽ തന്നെ വരക്കണം. ആ പാരലൽ 3D ആയിട്ട് ആലോചിച്ചാലേ കിട്ടൂല അത്. പിന്നെന്താ? ആ എഡ്ജിലോട്ടുള്ള ഡിസ്റ്റൻസ്, ബേസിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2.5 meter തന്നിട്ടുണ്ട്. ബേസ് ബി 2 meter, എച്ച് 3 meter, ഏരിയ അങ്ങനെ കണ്ടുപിടിക്കുക. ഹാഫ് ബി എച്ച് ചെയ്താൽ ഏരിയ കിട്ടും. തീറ്റയുടെ വാല്യൂ 60 degree തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എച്ച് ബാർ കണ്ടുപിടിക്കണം അല്ലേ? എച്ച് ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 2.5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ടില്ലേ ആ ജിയിലോട്ടുള്ള ഡിസ്റ്റൻസും കൂടെ അധികം വേണം. അതങ്ങനെ കണ്ടുപിടിക്കുക. ആദ്യം ഈ ഒരു എ ജി എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? എ ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അതെന്താ കിട്ടുക? അത് ഈ ഒരു ട്രയാങ്കിൾ അതിൻ്റെ ബേസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1/3 ഇൻറ്റു ടോട്ടൽ ഹൈറ്റ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് 1/3 ഇൻറ്റു 3 ചെയ്താൽ എന്തായി? ഈ എ ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, എനിക്ക് ഏത് ഡിസ്റ്റൻസ് അറിയാം? ഇവിടുന്ന് ഇവിടെ വരില്ല 2.5 അറിയാം. പിന്നെ ഈ ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിച്ചാൽ എന്തായി? എച്ച് ബാർ ആയി. അങ്ങനെ കണ്ടുപിടിക്കുക. എ ജി ഇൻറ്റു സൈൻ 30 ചെയ്താൽ മതി. ഈ ആംഗിൾ 60 degree ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 degree ആയിരിക്കും. എ ജി ഇൻറ്റു സൈൻ 30 തൊട്ട് മുമ്പിൽ ചെയ്ത സെയിം മെത്തേഡാണ്, എല്ലാത്തിലും ഒരേ മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്. എച്ച് ബാർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2.5 പ്ലസ് എ ജി ഇൻറ്റു സൈൻ 60 കിട്ടും. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ച് ബാർ ഈസ് ഈക്വൽ ടു 3.366 meter കിട്ടി. ഇനി ടോട്ടൽ പ്രഷർ ഫോഴ്സ് അങ്ങനെ കണ്ടുപിടിക്കുക. റോ ജി എ ഇൻറ്റു എച്ച് ബാർ ചെയ്താൽ മതി. ഓക്കെ, അതിലെല്ലാ വാല്യൂസും അറിയാം. എ അറിയാം, എച്ച് ബാർ അറിയാം, റോ ജി. ഓക്കെ, ഇനി സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുന്ന സമയത്ത് ആര് വേണം? ഐ ജി ആണ് അഡീഷണൽ ആയിട്ട് വേണ്ടുന്നത്. ഐ ജിയുടെ വാല്യൂ ട്രയാങ്കിൾ അല്ലേ? BH3/36. ബേസ് എത്രയാണ്? 2 ആണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്. 2 × 3³/36 ചെയ്താൽ എന്തായി? അതിൻ്റെ വാല്യൂയും കിട്ടി. പിന്നെന്താ? ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3.477 meter കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിലും ഫൈനൽ കംപ്ലീറ്റ് സ്റ്റെപ്സ് ചെയ്യുന്നില്ല. എ ട്രയാങ്കുലർ പ്ലേറ്റ് ഓഫ് ബേസ് വിഡ്ത്ത് 2 meter ആൻഡ് ഹൈറ്റ് 3 meter ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ വിത്ത് ഇറ്റ്സ് പ്ലെയിൻ making an angle of 60 degree with the free surface of water. Determine hydrostatic force and the center of pressure when apex of the triangle lies 5 meter below free water surface.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? തൊട്ട് മുമ്പിലെ സെയിം വാല്യൂസ് തന്നെയാണ് ഓൾമോസ്റ്റ്. എന്താണ്? ബേസ് തന്നിരിക്കുന്നത് 2 മീറ്റർ ആണ്, ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്, പിന്നെ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? 60 ആണ്. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ്? അപ്പെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ലൈസ് 1.5 മീറ്റർ ബിലോ ആണ്. അതായത് കഴിഞ്ഞ ക്വസ്റ്റിൽ ബേസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു, ഇതിലെന്താണ്? അപ്പെക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് 5 മീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്യുക? ഫിഗർ വരച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഈ ഫിഗർ വേണം ഒരു രീതിയിലും കൂടെ വരക്കാം അല്ലേ. ഇതിപ്പോൾ എന്താണ്? ഫ്രീ സർഫസിൻ്റെ അടുത്ത് ആരാ ഉള്ളത്? ഈ ബേസ് ആണുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് അപ്പെക്സ് വരുന്ന രീതിയിലും ആ ഫിഗർ വരക്കാം. ക്വസ്റ്റ്യനിലൊന്നും സ്പെസിഫൈ ചെയ്ത് പറയാത്തതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും വരച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇതെന്താണ്? മെക്കാനിക്കലിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിസംബർ 2017 ഉള്ളത്. എന്താ പ്രൊസീജിയർ എന്തായിരിക്കും? എച്ച് ബാർ കണ്ടുപിടിക്കുക, അതിനുശേഷം എന്താ? പി =ρg A/h ബാർ ചെയ്താൽ പ്രഷർ ഫോഴ്സ് കിട്ടും. പിന്നെന്താണ്? സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് IG കൂടെ കണ്ടുപിടിച്ചിട്ട് H സ്റ്റാറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക.